ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖമാണോ? ഇന്ന് ഞായറാഴ്ച എത്തി നിൽക്കുകയാണ്. 28 സെപ്റ്റംബർ 28 ഇന്ന് ഞായറാഴ്ചയാണ്. ദൈവവചനം നമുക്ക് വീണ്ടും പഠിക്കുകയല്ല, 22 മുതൽ പഠിച്ച വചനങ്ങളൊന്നുകൂടെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഞായറാഴ്ച നമ്മൾ ദൈവവചനം ആവർത്തിച്ച് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്ന ദിവസമാണ്. അതുകൊണ്ട് 22 തൊട്ട് ഇന്നലെ വരെ പഠിച്ച വചനങ്ങൾ നമ്മളൊന്ന് ആവർത്തിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണെന്ന് കരുതുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് ഞായറാഴ്ച ദിവസം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ടവരെ, 22 പഠിച്ച വചനം അത് ദിനവൃത്താന്തത്തിൻ്റെ 2-ാം പുസ്തകമായിരുന്നു. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യമായിരുന്നു. വളരെ സുന്ദരമായ ഒരു വചനമായിരുന്നു. എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരികുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് അവരുടെ ദേശം സമ്പുഷ്ടമാക്കും എന്ന് പറയുന്ന മനോഹരമായ സുന്ദരമായ ഒരു വചനം ദിനവൃത്താന്തത്തിൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 14-ാം വചനമായിരുന്നു 22 പഠിച്ചത്. 23 നാം പഠിച്ചത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകമായിരുന്നു. 48-ാം അധ്യായം അതിൻ്റെ 18-ാം വചനം. ഓർക്കണേ, ഈ വചനം ഓരോന്നും നിങ്ങൾ ഓർത്തെടുക്കണം, ഒന്ന് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ആ വചനത്തിൻ്റെ അഭിഷേകം എന്നിലും നിങ്ങളിലും നിറയും. 48-ാം അധ്യായം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, ദി ബുക്ക് ഓഫ് ദ പ്രോഫറ്റ് ഐസയ, ചാപ്റ്റർ 48 വേഴ്സ് 18. നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ, ഇതാണ് കർത്താവ് ഒരു പരാതി പോലെ, ഒരു സങ്കടം പോലെ പറയുകയാണ്. നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു, നീതി കടലലകൾ പോലെ ഉയരുമായിരുന്നു, നിന്റെ സന്തതികൾ മണൽ പോലെയും നിന്റെ വംശം മണൽത്തരി പോലെയും ആകുമായിരുന്നു. ഉണ്ടോ? എത്ര സുന്ദരമായ ദൈവത്തിൻ്റെ വാക്കുകൾ, ദൈവത്തിൻ്റെ വചനം അനുഷ്ഠിച്ചാൽ ദൈവം നമുക്ക് തരുന്ന ഒരു വലിയ ഭാഗ്യം, ദൈവം നമുക്ക് തരുന്ന ഒരു സന്തോഷം, അത് അനുഭവിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട്, അനുസരിക്കാനായിട്ട് നാം ശ്രമിക്കുക. അനുഗ്രഹം നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. 24 നാം പഠിച്ച വചനം ലേവ്യരുടെ പുസ്തകം, ദ ബുക്ക് ഓഫ് ലെവിറ്റിക്കസ്, ചാപ്റ്റർ 25 വേഴ്സ് 18 ആയിരുന്നു. നിങ്ങൾ എൻ്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക, എങ്കിൽ ദേശത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. നിങ്ങൾ എൻ്റെ നിയമങ്ങളും കൽപ്പനകളും അനുഷ്ഠിക്കുകയും അനുസരിക്കുകയും ചെയ്യുക, എങ്കിൽ നിങ്ങളുടെ ദേശത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും എന്ന് പറഞ്ഞ വചനം. ആൻഡ് 25 നാം പഠിച്ച വചനം, അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി. അതായിരുന്നു നാം 25 പഠിച്ച വചനം. 22, 23, 24, 25. ഇനി 27 നാം ഇന്നലെ പഠിച്ച വചനം മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 14-ാം വാക്യമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. ഈ 5 വചനങ്ങൾ നാം മനസ്സിരുത്തി പഠിക്കണം. അതിൻ്റെ അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിൽ നിറയും. ദൈവം നിങ്ങളെ പ്രത്യേകമായിട്ട് ഈ ഞായറാഴ്ച അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട്, ഇത് ആരംഭിച്ചത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇമെയിൽ സന്ദേശങ്ങളായിട്ടായിരുന്നു. ഞാൻ ഇമെയിലായിട്ട് വചനം അയച്ചു കൊടുക്കുമായിരുന്നു. ഒരുപാട് പേർക്ക് ഇത് ചെല്ലുമായിരുന്നു. ഇന്ന് അത് ഒരു വീഡിയോ സന്ദേശമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അവരും വചനം കേൾക്കട്ടെ, വചനത്താൽ എല്ലാവരും നിറയട്ടെ. നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.